ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നല്ലൊരു നെയ്ച്ചോറിന്റെ റെസിപ്പി കാണാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോ ഇതിലേക്ക് ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്ക. ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. ജീരകം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. 1 കിലോ അരിയാണ്, അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്ക. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ച 1 കിലോ അരി കൂടെ ചേർത്ത് കൊടുക്ക. അരി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക. ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്ക. ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി നോക്ക. വെള്ളമൊക്കെ വറ്റി പാക വേവായി വന്നിട്ടുണ്ട് കേട്ടോ. ചോറ് ഇങ്ങനെ ഒട്ടിപ്പോയിട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് അമർത്തി വെച്ച് കൊടുക്ക. നമുക്ക് ചോറിന്റെ മേലെ ക്യാരറ്റും കുറച്ച് മല്ലിയലി, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്ത് കോരിയതും കൂടെ ഇതിന്റെ മേലെ ചേർത്ത് കൊടുക്ക. ആദ്യം 1 സ്പൂൺ നെയ്യ് ചോറിന്റെ മേലെ ഇങ്ങനെ തൂവി കൊടുക്ക. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മേലെ ക്യാരറ്റ്, കുറച്ച് മല്ലിയില, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തെടുത്തത്. ഉള്ളി വറുത്ത് ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഉള്ളി വറുത്ത് ഇടാ. ഇതിൽ ഉള്ളി വറുത്ത് ചേർക്കുന്നില്ല. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നെയ്ച്ചോറാണിത്. ചോറൊക്കെ തമ്മിൽ ഒട്ടാതെ നന്നായിട്ട് വിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.